നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നിരന്തരം പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഭീഷണികൾ മുഴക്കിക്കൊണ്ടിരിക്കുകയാണ്. പലപ്പോഴായിട്ട് ആ ഭീഷണികൾ ഇപ്പോൾ ഒരു ബോർഡറൊക്കെ തന്നെ ലംഘിക്കുന്ന കാഴ്ചയും നമ്മൾ കാണാറുണ്ട്. ഇന്നും പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായിട്ടുള്ള ഷെഹബാസ് ഷെരീഫ് ഒരു പ്രസ്താവന പറഞ്ഞിരുന്നു, കശ്മീർ എന്തെങ്കിലും ഒരു കാലത്ത് പാകിസ്ഥാന്റെ ഭാഗമാകും എന്നുള്ളത്. അതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. ഏതായാലും ഇപ്പോൾ പാകിസ്ഥാന് വീണ്ടും അജ്ഞാതരുടെ വിളയാട്ടമാണോ എന്നുള്ള ചില സൂചനകൾ നൽകിക്കൊണ്ട് പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ വെള്ളിയാഴ്ച നമസ്കാരത്തിനിടെ ഷിയ മുസ്ലിം പള്ളിയിൽ ഉണ്ടായ സ്ഫോടനത്തിൽ 10 പേർ മരിച്ചതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഫെഡറൽ തലസ്ഥാനമായ ഷെഹ്സാദ് ടൗൺ പ്രദേശത്തെ തർലായ് ഇമാർ ബർഗയിലാണ് സ്ഫോടനമുണ്ടായതെന്നും റിപ്പോർട്ടുകൾ. സംഭവത്തെ തുടർന്ന് പോലീസും രക്ഷാപ്രവർത്തകരും സ്ഥലത്തെത്തി ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. പാകിസ്ഥാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിന്റെ വക്താവിനെ ഉദ്ധരിച്ച് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ആശുപത്രിയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. പരിക്കേറ്റവരെ ചികിത്സയ്ക്കായി പിംസിലേക്കും പോളിക്ലിനിക്കിലേക്കും മാറ്റുന്നുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. 6 മാസത്തിനിടെ തലസ്ഥാന നഗരത്തിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന രണ്ടാമത്തെ സ്ഫോടന സംഭവമാണിത്. കഴിഞ്ഞ നവംബറിലും ഇസ്ലാമാബാദ് കോടതി സമുച്ചയത്തിലുണ്ടായ കാർ സ്ഫോടനത്തിലും കുറഞ്ഞത് 12 പേർ കൊല്ലപ്പെടുകയും 25-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. പാർക്ക് ചെയ്തിരുന്ന ഒരു വാഹനത്തിലാണ് സ്ഫോടനമുണ്ടായത്. പാകിസ്ഥാൻ ഉദ്യോഗസ്ഥർ ഇതിനെ ചാവേർ ആക്രമണമെന്ന് വിശേഷിപ്പിച്ചു. ഇസ്ലാമാബാദ് ജില്ലാ കോടതിയുടെ പ്രവേശന കവാടത്തിന് സമീപം തിരക്കേറിയ പ്രവൃത്തി സമയങ്ങളിൽ ഉച്ചയ്ക്ക് 12:30ഓടെയാണ് സ്ഫോടനം നടന്നത്. കോടതി പരിസരത്തുണ്ടായിരുന്ന അഭിഭാഷകരും മറ്റുള്ളവരും പരിഭ്രാന്തിയിലായി. സ്ഫോടനത്തിന്റെ ആഘാതം വളരെ ശക്തമായിരുന്നു. 6 കിലോമീറ്റർ അകലെ വരെ അതിന്റെ ശബ്ദം കേട്ടു. ആ സമയത്ത് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖുജ ആസിഫ് ആക്രമണത്തിന് അഫ്ഗാനിസ്ഥാനെ കുറ്റപ്പെടുത്തി രാജ്യം യുദ്ധാവസ്ഥയിലാണെന്നും പ്രഖ്യാപിച്ചു. വടക്കു പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ ഖൈബർ പഖ്തൂൺഖ പ്രവിശ്യയിലുണ്ടായ ചാവേർ സ്ഫോടനത്തിലും 7 പേർ കൊല്ലപ്പെട്ടു. വെള്ളിയാഴ്ച രാത്രി ഡെറാ ഇസ്മയിൽ ഖാൻ ജില്ലയിലെ ഒരു വിവാഹ ചടങ്ങിനിടെയാണ് ആക്രമണം നടന്നത്. സ്ഫോടനത്തിൽ സ്ത്രീകളും കുട്ടികളും അടക്കം 25ഓളം പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരിൽ പലരുടെയും നില ഗുരുതരമാണെന്നും പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. സർക്കാർ അനുകൂല സമാധാന സമിതി നേതാവായ നൂർ ആലം മെഹ്സൂദിന്റെ വസതിയിലാണ് വിവാഹ ചടങ്ങുകൾ നടന്നിരുന്നത്. ഇവിടെ ഒത്തുകൂടിയ അതിഥികൾക്കിടയിലേക്കാണ് ചാവേർ പൊട്ടിത്തെറിച്ചത്. സമാധാന സമിതി നേതാവ് വഹീദുള്ള മെഹ്സൂദ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു. മുൻപ് തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും പിന്നീട് സർക്കാരിന് മുന്നിൽ കീഴടങ്ങുകയും ചെയ്ത ഗുഡ് താലിബ് എന്നറിയപ്പെടുന്ന ഒരാളും കൊല്ലപ്പെട്ടതായാണ് വിവരം.